ടീം ആറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് പാർട്ടിൽ കോഡിംഗ് ലാംഗ്വേജിൽ നിന്ന് ചോദിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. കുറച്ചുകൂടെ ക്ലാരിറ്റി ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. So question ഇങ്ങനെയാണ്: study the following information carefully, answer the questions given below. In a certain code language, never talk others is called as SMNT, ROFI. Others should be helpful is called as Royal ACJQ. Never be time specific is called as FI, DG, LPA. Focus between specific efforts is coded as HYDGNDKS. What is the code for never talk specific in the code language? സോ ഇങ്ങനെ തരുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കോഡ് ലാംഗ്വേജിൽ തന്നിരിക്കുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? നെവറിന്റെ കോഡ് കണ്ടുപിടിക്കണം, ടോക്കിന്റെ കോഡ് കണ്ടുപിടിക്കണം, സ്പെസിഫിക്കിന്റെ കോഡ് കണ്ടുപിടിക്കണം. സോ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിരിക്കുകയാണ്, തന്നിരിക്കുന്ന ലൈനുകളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് സിമിലർ വേർഡ്സിന് സിമിലർ കോഡുകൾ ഐഡന്റിഫൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഒന്നാമത്തെയും മൂന്നാമത്തെയും ലൈന് കൺസിഡർ ചെയ്താൽ ഒന്നാമത്തെ ലൈനിലും മൂന്നാമത്തെ ലൈനിലും കോമൺ ആയിട്ടുള്ള വാക്ക് എന്ന് പറയുന്നത് നെവർ ആണ്. ഒന്നാമത്തെ ലൈനിലും മൂന്നാമത്തെ ലൈനിലും കോമൺ ആയിട്ടുള്ള വാക്ക് നെവർ ആണ്. അപ്പൊ കോഡിനകത്ത് കോമൺ ആയിട്ട് എന്താ ഉള്ളതെന്ന് നോക്കാം. ഇവിടെ SMNT റോഫി ആണ്, ഇവിടെ FI DG LP ആണ്. സോ കോമൺ ആയിട്ടുള്ളതെന്ന് പറയുന്നത് FI ആണ്. സോ നമുക്ക് എന്ത് മനസ്സിലായി? FI ഫോർ നെവർ. അപ്പൊ നെവറിന്റെ കോഡ് എന്ന് പറയുന്നത് FI ആണെന്ന് മനസ്സിലായി. ഡൺ. ഓക്കെ, ഇനി നമ്മള് മൂന്നാമത്തെ ലൈന് നാലാമത്തെ ലൈനോട് കമ്പയർ ചെയ്താൽ രണ്ടിനകത്തും കോമൺ ആയിട്ടുള്ള വാക്ക് എന്ന് പറയുന്നത് സ്പെസിഫിക് ആണ്. അങ്ങനെയാണെങ്കിൽ കോഡിൽ കോമൺ എന്തോന്ന് നോക്കാം. DG എൽപ, ഹൈ DG NTKS. സോ നമുക്ക് എന്തുണ്ട്? കോമൺ ആയിട്ട് DG ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? സ്പെസിഫിക്കിന്റെ കോഡ് എന്ന് പറയുന്നത് DG ആണെന്ന് എഴുതാനായിട്ട് പറ്റും. ഇനി അടുത്തതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ടോക്കിനാണ്. ഇപ്പൊ ഡയറക്റ്റ് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. പക്ഷെ ടോക്ക് എന്ന് പറയുന്ന വാക്ക് ഈ ഒരു ലൈനിൽ ഫസ്റ്റ് ലൈനിൽ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമ്മളിവിടെ നോക്കിയാൽ ഒന്നാമത്തെ ലൈനും നാലാമത്തെ ലൈനും നോക്കിയാൽ കോമൺ ആയിട്ടുള്ള വാക്ക് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തേതിലും നാലാമത്തേതിലും കോമൺ ആയിട്ടുള്ള കോഡ് ഏതാന്ന് നോക്കാം. ഒന്നാമത്തേലും നാലാമത്തേലും കോമൺ ആയിട്ടുള്ള കോഡ് SMNT റോ, ഹൈ HYNDKS. സോ കോമൺ ആയിട്ടുള്ള കോഡ് ഏതാണ്? NT ആണ്. സോ നമുക്ക് NT പോയി. ക്ലിയർ? ഇനി നമ്മൾ നോക്കിയാൽ ഒന്നാമത്തെ ലൈനെയും രണ്ടാമത്തെ ലൈനെയും നോക്കിയാൽ രണ്ടിനകത്ത് കോമൺ ആയിട്ടുള്ളത് അതേഴ്സ് എന്ന് പറയുന്ന വാക്കാണ്. അങ്ങനെയാണെങ്കിൽ കോഡിൽ എന്താ കോമൺ ഉള്ളതെന്ന് നോക്കാം. നമ്മൾ നോക്കാൻ മനസ്സിലാവും. കോഡിൽ കോമൺ ആയിട്ടുള്ളത് RO ആണ്. അങ്ങനെയാണ് ഒന്നാമത്തെ ലൈൻ നോക്കി. ഒന്നാമത്തെ ലൈനിൽ നെവറിന്റെ കോഡ് കിട്ടി, ബിറ്റ്വീന്റെ കോഡ് കിട്ടി, അതേഴ്സിന്റെ കോഡ് കിട്ടി. നമുക്ക് മിച്ചമുള്ളതെന്ന് പറയുന്നത് എന്താണ്? മിച്ചമുള്ളതെന്ന് പറയുന്നത് ടോക്ക് മാത്രമാണ്. കോഡിൽ മിച്ചം ആരുണ്ട്? SM ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ടോക്കിന്റെ കോഡ് എന്ന് പറയുന്നത് SM ആയിരിക്കും. സോ നെവർ ടോക്ക് സ്പെസിഫിക് എന്ന് പറയുന്നതിന്റെ കോഡ് എന്ന് പറയുന്നത് FI DG SM ഓർ SM FI DG ഓർ DG FI SM. ഇങ്ങനെ ഏത് വേണേലും ഓർഡർ കറക്റ്റ് ആയിരിക്കില്ല, ഇതെങ്ങനെയെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് കോഡ് ലഭിക്കുക. സോ ആ കോഡിനകത്ത് FIയും DGയും SMഉം ഉണ്ട് എങ്കിൽ അതാണ് നെവർ ടോക്ക് സ്പെസിഫിക് എന്ന് പറയുന്നതിന്റെ കോഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഡിസ്കഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെപ്പോൾ അഭിപ്രായം കമന്റ് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ടോപ്പിക്കിൽ ഡിസ്കഷൻ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കൂടി കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.